വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മുടെ ഇന്നുള്ളത് അക്യൂറേൻ്റെ ഇൻറ്റഗ്രയാണ്. ഇൻറ്റഗ്രേൻ്റെ തന്നെ രണ്ട് മോഡൽ നമ്മുടെ ഇന്നുണ്ട്. ആ രണ്ട് മോഡലിൻ്റെയും നമ്മളൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് രണ്ട് മോഡൽ വരുന്നുണ്ട്. അതിനകത്ത് ഒന്ന് നമ്മുടെ സ്പോർട്ട് മോഡലാണ്. സ്പോർട്ടിന് നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് അതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് സ്പോർട്ട് അല്ലാത്ത മോഡലിന് വരുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അതിനകത്ത് വരുന്നുണ്ട്. സ്പോർട്ടിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് എന്തായാലും ആദ്യം പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് വണ്ടിയിലേക്ക് തന്നെ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുക. നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേൻ്റെ ബാക്ക് വരുന്നത്. ഇതാണ് സ്പോർട്ട് മോഡൽ. നമുക്ക് ഈ കാണുന്ന ഈ ഒരു വണ്ടിയാണ് നമ്മുടെ ടൈപ്പ് എസ് ഇൻറ്റഗ്ര. നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എസ്പെക് മോഡൽ നമുക്ക് അക്യൂറേൻ്റെ ഇൻറ്റഗ്ര നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഭയങ്കരമായ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഈ രണ്ട് വണ്ടികളിൽ നിന്ന് നമുക്ക് വരുന്നില്ല. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് പൈപ്പിലാണ് ശരിക്കും ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ഈ ഒരു സ്പോർട്ട് അല്ലാത്ത വേർഷനിലേക്കൊക്കെ നമുക്ക് വരുമ്പോഴത്തേനും ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു 3 എക്സോസ്റ്റ് ഉള്ളൊരു കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബാക്കാണ് നമുക്ക് ഇതിൻ്റെ ഈ സ്പോർട്ട് മോഡലിൽ നമുക്ക് ഈ ബാക്കിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബാക്കിൽ നമുക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു ഈഗിൾ ഇൻസ്പയർഡ് ബാക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലത്തെ കുറച്ചും കൂടെ നല്ല ബോൾഡ് എലഗൻ ബാക്കാണ് നമുക്ക് ഈ ഒരു അക്യൂറേൻ്റെ ടൈപ്പ് എസ്സിന് വരുന്നത്. ടൈപ്പ് എസ്സിനാണെങ്കിലും നമ്മുടെ നോർമൽ സ്പോർട്ട് അല്ലാത്ത വേർഷൻ ആണെങ്കിൽ ഈ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നല്ലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീക്ക് ആൻഡ് ഭയങ്കര ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്കിൻ്റെ ഈ ഒരു കളറും കൂടെ വരുമ്പോഴത്തേനും നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും. നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമുക്കിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആവും. നമുക്ക് ഇതിൻ്റെ ബൂട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമുക്കിതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കൊരു കൂപ്പേ ഡിസൈനാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ലാമ്പ് വരുന്നുണ്ട്. 2 സൈഡിൽ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ സബ് വൂഫർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കയറ്റാൻ ഇച്ചിരി ഇതിനൊരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്ഥലം വരുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് സാധനങ്ങളൊക്കെ ആണെങ്കിലും 3-4 പെട്ടികളൊക്കെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. ടീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്കൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ആ ബാക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്കൊക്കെ വരുമ്പോഴത്തേനും നല്ല അടിപൊളി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ലീക്ക്നെസ് നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ വീൽ ആർച്ച് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ആ സ്പോർട്ടിനെസ് കിട്ടാൻ വേണ്ടി അതിൻ്റെ രീതിയിലാണ് നമുക്ക് ഈ ഒരു വീൽ ആർച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അലോയ് ആണെങ്കിലും നല്ല അടിപൊളി ഒരു ഗ്രേ ഫിനിഷ് ഉള്ള ഒരു അലോയ് വീല് വരുന്നുണ്ട്. നമുക്ക് ഇതിന് ടയേഴ്സ് വരുന്നത് 265/30R19 ആണ്. 19 ഇഞ്ചിൻ്റെ നല്ലൊരു വീലാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് എസ്സിന് വരുന്നത്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് നല്ല ഷാർപ്പായിട്ടൊരു ബോഡി ലൈൻ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു മിറേഴ്സ് ഒക്കെ ആണെങ്കിലും ബോഡി കളേർഡ് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു മിറേഴ്സ് വരുന്നത്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ടൈപ്പ് എസ്സിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു കാലിപ്പർ ഒക്കെ ആണെങ്കിലും റെഡ് കാലിപ്പറാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു സ്പോർട്ട് അക്യൂറയിലേക്കൊക്കെ നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് നല്ല ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ളൊരു ഫ്രണ്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ അക്യൂറേൻ്റെ ബാഡ്ജിങ് ഒക്കെ ആണെങ്കിലും ഫുള്ള് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്കത് വരുന്നത്. അതുപോലെ ഒരു ഹുഡ് സ്കൂപ്പൊക്കെ പോലെ നമുക്കിവിടെ ഒരു എയർ ഇൻടേക്കിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു പാർട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ആ ഒരു ഹെഡ് ലാംപ്സ് ഒക്കെ ആണെങ്കിലും വളരെ സ്ലീക്കായിട്ട് നമുക്ക് നല്ലൊരു അക്യൂറേൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ ഇൻറ്റഗ്രേൻ്റെ ബാഡ്ജിങ് ഒക്കെ ആയിട്ട് നല്ലൊരു സ്ലീക്ക് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. എനിക്ക് ഈ ഒരു ഇൻറ്റഗ്രേൻ്റെ ഈ ഫ്രണ്ട്, പ്രത്യേകിച്ച് ഈ അക്യൂറേൻ്റെ നമുക്ക് ഏതൊരു വണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര എലഗൻ്റായിട്ട് നമുക്കൊരു ഫിനിക്സ് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ബോൾഡായിട്ടും നമ്മൾ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് വരുന്നത്. നമ്മൾ ഈ സ്പോർട്ടീന്ന് നേരെ നമ്മൾ ഈ ഒരു എസ്പെക് മോഡലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഹുഡ് സ്കൂപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ബാക്കി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് വേറെ പാർക്കിംഗ് സെൻസേഴ്സിലോ കാര്യങ്ങളൊന്നും നമുക്ക് ഡിഫറൻസ് വരുന്നില്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഏകദേശം ഒരേ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് 2 മോഡലിൽ നമുക്ക് വരുന്നത്. ആ ഒരു ഹുഡ് സ്കൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹുഡ് സ്കൂപ്പ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും ഹുഡ് സ്കൂപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും സ്പോർട്ട് അല്ലാത്ത മോഡലിലേക്ക് വരുമ്പോഴത്തേനും 80 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വരുന്നത്. അതുപോലെ കാലിപ്പേഴ്സ് ഒന്നും നമുക്ക് റെഡ് ആക്കിയിട്ടില്ല. അല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലൊന്നും നമുക്ക് ഇതിനകത്ത്
ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും സൈഡ് പ്രൊഫൈൽ വരുന്നത്. നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേന് ആ ടൈപ്പ് എക്സിൻ്റെ നമുക്ക് ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇപ്പുറം നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോഴത്തേന് എ സ്പെക്കിൻ്റെ നമുക്ക് ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് 2025 സ്പോർട്ട് ഇൻ്റഗ്രേൻ്റെ അകത്താണ്. നമ്മൾ രണ്ടിൻ്റെയും ഡിഫറൻസിയേഷൻ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഈ രണ്ട് മോഡലിൽ ഭയങ്കരമായ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടും നമ്മൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഭയങ്കര ലക്ഷറി ആയിട്ട് നമ്മുടെ ഒരു അക്യൂറേൻ്റെ ഒരു ലൈനപ്പിലുള്ള ഒരു വണ്ടിയാണ്, സെഡാനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഓരോ ബിറ്റും എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കാം. നമുക്ക് സൈഡ് ഡോർ പാഡിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക പ്രീമിയം സൈഡ് ഇൻറ്റീരിയർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സൈഡിലൊക്കെ ആണെങ്കിൽ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു വിൻഡോ റോൾ ചെയ്യാനുള്ള സ്വിച്ച്, അതുപോലെ നമുക്ക് ഈ ഒരു സൈഡ് മിറേഴ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡ് ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റീൽ ഫിനിഷോടൊക്കെ കൂടിയുള്ളൊരു നല്ലൊരു അടിപൊളി പ്രീമിയം സൈഡ് ഡോർ പാഡാണ് നമുക്ക് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഒരു ബോട്ടിൽ ഹോൾഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു എയർവെൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു നമ്മൾ അക്യൂറയിൽ കണ്ടതും അതുപോലെ നമുക്ക് ഹോണ്ടയിലൊക്കെ കണ്ടതുപോലത്തെ നമുക്കൊരു സെയിം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു എയർ വെൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ആ എയർ വെൻസ് ഒക്കെ ആണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക ഒരു കാർബൺ ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയലൊക്കെ കൊടുത്ത് അതൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രീമിയം ആക്കിയിട്ടുണ്ട് അവർ. അതുപോലെ നമുക്ക് ഈ ഒരു അക്യൂറേൻ്റെ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വരുമ്പോഴത്തേനും ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻഫർമേഷൻ ക്ലസ്റ്ററാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് വോളിയം കൺട്രോൾസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അക്യൂറേൻ്റെ നല്ല അടിപൊളി ഒരു ലോഗോ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിൻ്റെ നമുക്ക് ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടൈപ്പ് എസ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു സ്ക്രീൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ സ്മാർട്ട് ഡിസ്പ്ലേൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണ്. പിന്നെ നമുക്ക് അക്യൂറേൻ്റെ ലിങ്ക് നമ്മുടെ ആ ഒരു മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മിസ് ചെയ്തു പോയ ഒരു സാധനമുണ്ട്. നമുക്ക് ഇതിനകത്ത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്കതുപോലെ നമുക്ക് ആ ഒരു സ്ക്രീൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ഇൻഫോർമേഷൻ കാര്യങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഹസാർഡിൻ്റെ ബട്ടൺ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു AC വെൻസ് ഒക്കെ ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു ചെറിയൊരു കാർബൺ ഫിനിഷോട് കൂടിയുള്ള ഒരു ടച്ചൊക്കെ ഇവിടെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് അതിനകത്ത് നമുക്കിത് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് AC ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് USB ടൈപ്പ് A ഉണ്ട്. അതുപോലെ ടൈപ്പ് C നമുക്ക് ചാർജിങ് പോർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇൻഡക്ഷൻ ചാർജിങ് അവൈലബിൾ ആണ്. നമുക്കൊരു നല്ലൊരു എന്താ പറയുക ഒരു റബ്ബർ ഫിനിഷുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു ഫോൺ വെക്കുന്നതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരത് കുറച്ചും കൂടി ഒരു എന്താ പറയുക പ്രീമിയം ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനുമാണ് നമുക്ക് ഇതിനകത്ത് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ആ ഒരു സ്പോട്ട് ഗിയർ ലിവർ വരുന്നത്. നമുക്കൊരു 6 സ്പീഡ് ആയിട്ടുള്ള നമുക്ക് മാനുവൽ ഗിയർ ബോക്സ് ആണ് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേൻ്റെ സ്പോർട്ട് മോഡലിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും വരുന്നത്. നമുക്ക് അതിൻ്റെ ഗിയർ ലിവറൊക്കെ ആണെങ്കിലും വളരെ കുഞ്ഞതും പക്ഷേ നല്ല എന്താ പറയുക നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാനുവർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഗിയർ ലിവറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല സ്റ്റിച്ചിങ്ങോട് കൂടി അത് നല്ല മനോഹരമായിട്ട് തന്നെ അവർ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കതുപോലെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ മോഡ് വരുന്നുണ്ട്. അതുപോലെ ഡൈനാമിക് നമുക്കിത് മോഡ്സ് നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓണാക്കി
നമുക്ക് ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ നമുക്ക് സ്പോർട്ട് പ്ലസ് വരുന്നുണ്ട്, അതുപോലെ സ്പോർട്ട് വരുന്നുണ്ട്, കംഫർട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നമുക്ക് 3 മോഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വേറൊരു മോഡ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത്. അതുപോലെ ഓട്ടോ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആണെങ്കിലും ഡിസൈൻ ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വളരെ എന്താ പറയുക, വളരെ നീറ്റായിട്ട് എലഗൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു ആംറസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും വളരെ മിനിമലായിട്ട് അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം ഡീപ്പാണ്, ബട്ട് നമുക്ക് മിനിമലായിട്ടുള്ളൊരു നമുക്ക് ഇതിനകത്ത് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് ലെതർ റാപ്ഡ് ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു സീറ്റൊക്കെ ആണെങ്കിലും നമുക്കൊരു ബ്ലാക്ക് ആൻഡ് റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടിയുള്ള സീറ്റ്സ് ആണ് വരുന്നത്. മൊത്തത്തിൽ ഈ വണ്ടി തന്നെ നമുക്ക് ബ്ലാക്ക് ആണ് നമുക്ക് വരുന്നത്. അതൊക്കെ ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്ലാക്ക് ആണ് അതിൻ്റെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ. അതുപോലെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു കീസ് വരുന്നത്. നമുക്ക് സ്പോർട്ടിലേക്ക് വരുമ്പോഴത്തേനും ഇതാണ് നമുക്ക് ആ ഒരു സ്പോർട്ടിൻ്റെ കീ വരുന്നത്. ടൈപ്പ് എസ് സ്പോർട്ട് മോഡലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ലോക്ക് അൺലോക്ക്, അതുപോലെ നമുക്ക് ഈ ഒരു റിമോട്ടിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ബട്ടണും പാനിക് ബട്ടണൊക്കെ കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു നമ്മുടെ റെഗുലർ ഇൻറ്റഗ്രയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ റിമോട്ട് എൻജിൻ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ലോക്ക് അൺലോക്ക്, അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിക് ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു കീ ഫോബാണ് വരുന്നത്. നമ്മൾ സാധാരണ എന്താ പറയുക, അക്യുറയിലൊക്കെ കണ്ടുവരുന്നൊരു കീ ഫോബാണ്, ബട്ട് സ്റ്റിൽ ഇത് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ഒരു പാസഞ്ചർ സൈഡിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ നമ്മൾ ക്യാരി ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്പീക്കറിൻ്റെ നമുക്ക് ELS സ്റ്റുഡിയോ 3D സ്പീക്കർ എന്നുള്ള പ്രീമിയം സൗണ്ട് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആണെങ്കിലും ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം ഒരു ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് താഴോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത് ഡീസൻറ്റ് സ്പേസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് റിയർ വ്യൂ മിറേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക് റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തെ മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൺവൈസർ ഒക്കെ ആണെങ്കിലും നമുക്ക് ലൈറ്റ്സും മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സൺവൈസറാണ് വരുന്നത്. നമുക്കിവിടെ നമുക്ക് നമ്മുടെ സൺ ഗ്ലാസ് ഹോൾഡർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. രണ്ട് സൈഡിലും നമുക്ക് LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേനും സൺറൂഫ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെ പ്ലെയിൻ ആണ്. പക്ഷെ നമ്മൾ അപ്പുറത്തെ മോഡലിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേനും സൺറൂഫ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധാ ഇൻ്റഗ്രയിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടിയുള്ള ഒരു ഇൻറ്റീരിയർ ആണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അതുപോലെ ബാക്കി കാര്യങ്ങളിലൊന്നും ഭയങ്കരമായ ഡിഫറൻസ് വരുന്നില്ല. പക്ഷേ നമുക്ക് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ആ ഒരു ലേഔട്ടിൽ നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിലുള്ളൊരു ചെറിയൊരു സ്റ്റൈലിങ്ങിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അല്ലാണ്ട് ഭയങ്കരമായ ഒരു ഡിഫറൻസ് അതിനകത്ത് വരുന്നില്ല. നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ മേളിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്ത് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടും എലഗൻ്റ് ആയിട്ടും അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ തിരിച്ച് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് നമുക്കിത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ബ്ലാക്ക് റൂഫ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ബ്ലാക്ക് സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. സ്പീക്കറല്ല, മൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്കും അതുപോലെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ വളരെ പ്രീമിയം ആയിട്ട് തന്നെ അക്യൂറ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ബാക്കിൽ പോയിട്ട് ബാക്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നൊരു നമുക്കൊരു എന്താ പറയുക, ബാക്ക് സീറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം ഏകദേശം എൻ്റെ ഒരു ഹൈറ്റിൻ്റെ എൻ്റെ ഒരു സ്പെക്കിലാണ് ഞാൻ ഇതിൻ്റെ സീറ്റ് ഇട്ടത്. എന്നിട്ട് പോലും എനിക്ക് അത്യാവശ്യം ലെഗ് റൂം കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് വിട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ആംറസ്റ്റ് വരുന്നില്ല. പക്ഷേ നമുക്കിവിടെ ചെറിയൊരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 4 പേർക്കാണ് ഇത് സുഖമായിട്ട് പോകാൻ പറ്റുന്നത്. നമുക്കൊരു 5 പേരിലേക്ക് വരുമ്പോഴത്തേനും കുറച്ച് നമുക്ക് കൺജസ്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇത് 4 പേരിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, പ്രീമിയം ആയിട്ട് തന്നെ പോകാൻ പറ്റും. നമുക്ക് ഈ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും കൂടുതൽ എന്താ പറയുക, ഇതിനകത്ത്
കൂടുതൽ സംഭവങ്ങളൊന്നും കൊടുത്ത് അവർ എന്താ പറയുക അതിൻ്റെ ഒരു ഡിസൈൻ ഒന്നും മോശമാക്കിയിട്ടില്ല. നമുക്ക് ഇതിനകത്ത് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സ്റ്റീൽ ഹാൻഡ്സ് വരുന്നുണ്ട്. അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും സ്പീക്കർ വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിലോട്ട് വരുമ്പോൾ വെൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് അത്യാവശ്യം ഒരു പോക്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റ്സ് വരുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് പ്രീമിയം സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു അടിപൊളി പ്രീമിയം സീറ്റ്സ് വരുന്നുണ്ട്. കോർണർ ഗ്ലാസ് വരുന്നുണ്ട്. നമുക്ക് അവിടെ കാണുന്ന പോലെ കോർണർ ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു അക്യൂറേൻ്റെ നമ്മുടെ ഈ ഒരു ഇൻ്റഗ്രേൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അക്യൂറ, ഹോണ്ട അല്ലെങ്കിൽ ഏതൊരു വണ്ടികളും ആയിക്കോട്ടെ, ഏത് ബ്രാൻഡും ആയിക്കോട്ടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്രിസിഷൻ ഹോണ്ട മിസസാഗ നിങ്ങളിവിടെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ഡീലിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. യൂസ്ഡ് വണ്ടികൾ, പുതിയ വണ്ടികളൊക്കെ ആണെങ്കിലും അവർ ചെയ്തു തരും. ഇനി ഹോണ്ടേൻ്റെ അല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിൽ പോലും നമുക്കിവിടെ പ്രിസിഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഓട്ടോ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ നമുക്ക് എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ DM ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.